നവംബർ 14 ബീഹാറിന്റെ വിധി വരുമ്പോൾ NDA ക്യാമ്പിൽ വലിയ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും NDA സഖ്യത്തിന് വിജയം പ്രവചിക്കുമ്പോൾ പോലും ആഹ്ലാദത്തിനുള്ള വകയൊന്നും ആ ക്യാമ്പിലില്ല. അതിനുള്ള പ്രധാന കാരണം BJP ആണ്. നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഇത്തവണ മുഖ്യമന്ത്രി കസേര നൽകരുത് എന്നുള്ളതാണ് ബീഹാറിലെ BJP നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. നിതീഷിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിന് മുഖ്യമന്ത്രി കസേര നൽകും എന്നതിൽ അർത്ഥമില്ല എന്നതാണ് BJP നേതാക്കൾ പറയുന്നത്. കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നതാണ് ബീഹാറിലെ BJP പറയുന്നത്. അവിടെയാണ് JDUവിൻ്റെ എതിർപ്പ് വരുന്നത്. JDU നേതൃത്വം നിതീഷ് കുമാറിന് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. 243 സീറ്റുകളുള്ള ബീഹാറിൽ ഭരണം പിടിക്കുവാൻ 122 സീറ്റുകൾ ആവശ്യമാണ്. 101 സീറ്റുകൾ വീതം BJPയും JDUവും മത്സരിക്കുമ്പോൾ ബാക്കിയുള്ള 41 സീറ്റുകളാണ് മറ്റ് ചെറിയ കക്ഷികൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ചിരാഗ് പാസ്വാന്റെ RLDക്ക് 29 സീറ്റുണ്ട്. RLD കൃത്യമായും BJPക്കൊപ്പം നിലയുറപ്പിക്കുമെന്നത് ഉറപ്പാണ്. BJPക്ക് 80 സീറ്റിൽ കുറവാണ് ബീഹാറിൽ ലഭിക്കുന്നതെങ്കിൽ കളിയാകെ മാറി മറിയും, അല്ലെങ്കിൽ JDU മാറ്റിമറിക്കും. നിന്ന നിൽപ്പ് എങ്ങോട്ട് വേണമെങ്കിലും ചായാൻ അപാര തൊലിക്കട്ടിയുള്ള നിതീഷ് കുമാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഉറപ്പായും BJPക്ക് ഭയക്കേണ്ടതുണ്ട്. ഭരണത്തിലേറാൻ JDUവിൻ്റെ പിന്തുണ ഉറപ്പായും വേണമെന്ന സാഹചര്യം വരികയാണെങ്കിൽ വിലപേശൽ തന്ത്രവുമായി നിതീഷ് എത്തും. മുഖ്യമന്ത്രി കസേരയിൽ കുറഞ്ഞ ഒരു ഡീലിനും നിതീഷ് സമ്മതിക്കില്ല എന്നതും ഉറപ്പാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാജ്യം സാക്ഷ്യം വഹിച്ചത് അത്തരമൊരു നീക്കങ്ങൾക്കാണ്. കൂടുവിട്ട് കൂടുമാറാൻ ഒരു മടിയും കാണിക്കാത്ത നിതീഷ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ്. കർണാടകയിൽ കുമാരസ്വാമി എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെയാണ് ഇവിടെ ബീഹാറിൽ നിതീഷ് കുമാറും. ഇവിടെ ലാലു പ്രസാദ് യാദവ് നിതീഷിനെ തിരികെ എത്തിക്കുവാൻ വേണ്ടി അവസാന നിമിഷം വരെ ശ്രമിച്ചിരുന്നു. ഇനി ഫലം വന്നതിന് ശേഷം NDA മുന്നണിയിൽ പ്രശ്നം തുടരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വലയെറിയുവാൻ തന്നെയാണ് ലാലുവിൻ്റെ തീരുമാനം. നിതീഷിനെ മുഖ്യമന്ത്രി ആക്കില്ല എങ്കിൽ കേന്ദ്രത്തിൽ JDU പിന്തുണ പിൻവലിക്കാനും സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് BJP MPമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആകെയുള്ള 12-ൽ 6 MPമാർ BJPക്കൊപ്പം പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതും BJPയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അവർക്ക് ആകെയുള്ള ഒരു വഴി എന്നത് നിതീഷ് കുമാറിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പോലും ഇളക്കം തട്ടിയേക്കാം. കാരണം JDU നിലപാട് മാറ്റുമ്പോൾ അത് TDP പോലുള്ള മറ്റ് സഖ്യകക്ഷികളെയും സ്വാധീനിച്ചേക്കും. അതും വലിയ വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് അമിത്ഷാക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ബീഹാറിൽ ഭരണമെന്നത് BJPയുടെ ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ 80+ സീറ്റോടെ BJP ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിതീഷ് കുമാർ ബീഹാറിൽ കിങ് മേക്കറാവും.